മറ്റൊരു വാർത്ത വരുന്നത് നോയിഡയിൽ നിന്നാണ്. നോയിഡയിൽ ലോക്ക് ചെയ്ത കാറിനുള്ളിൽ 32 വയസ്സുള്ള ഒരു പുരുഷനെയും 26 വയസ്സുള്ള ഒരു സ്ത്രീയെയും വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. എന്തായിരിക്കും അവർക്കിരുവർക്കുമിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക? അതൊരു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ? ഇന്ന് പുലർച്ചെ നോയിഡയിലെ സെക്ടർ 107 പ്രദേശത്ത് ഒരു കാർ ഏറെ നേരമായി നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത് അവിടുത്തെ നാട്ടുകാരായിരുന്നു. കാർ അവിടെ നിന്നും എടുക്കാതെ വന്നതോടെ സെക്ടർ 39 പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പില്ലർ നമ്പർ 84 സമീപമുള്ള ദാദ്രി റോഡിന് സമീപം സംശയാസ്പദമായ രീതിയിൽ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്ന വിവരം നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയതോടെ സംഭവമാകെ മാറി മറിഞ്ഞു. കാർ പരിശോധിച്ച പോലീസ് അതിനുള്ളിൽ കണ്ടെത്തിയത് മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയെയും പുരുഷനെയുമാണ്. 32 വയസ്സുള്ള ഒരു പുരുഷനും 26 വയസ്സുള്ള ഒരു സ്ത്രീയുമായിരുന്നു വെടിയേറ്റ് മരിച്ച നിലയിൽ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇരുവരുടെയും തലയിൽ വെടിയേറ്റ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് എത്തി പരിശോധിക്കുമ്പോൾ കാർ അകത്തു നിന്നും ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. അതുതന്നെയാണ് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് വിരൽ ചൂണ്ടാനുള്ള പ്രധാന കാരണവും. കൂടാതെ മരിച്ചു കിടന്ന പുരുഷന്റെ കയ്യിൽ നിന്ന് ഒരു പിസ്റ്റൾ കൂടി കണ്ടെടുത്തതോടെ പ്രഥമ ദൃഷ്ട്യാ ആത്മഹത്യ ആയിരിക്കാമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയം വർദ്ധിച്ചു. ഇരുവരും പ്രണയത്തിലായിരുന്നെന്നും പിന്നീടുണ്ടായ തർക്കത്തെ തുടർന്ന് കാറിനുള്ളിൽ വെച്ച് സ്ത്രീയെ വെടിവെച്ച ശേഷം പുരുഷൻ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. 14 फरवरी को सेक्टर 39 थाना अंतर्गत सेक्टर 107 नोएडा दादरी रोड के पिलर नंबर 84 के पास एक दिल्ली नंबर की कार होने की सूचना प्राप्त हुई. प्राप्त सूचना पर थाना 39 की पुलिस मौके पर पहुंची तथा कार का निरीक्षण किया गया. कार के अंदर एक लड़का और लड़की के सिर में गोली लगी हुई पाई गई. लड़के के हाथ में पिस्टल थी और कार अंदर से लॉक पाई गई. प्रथम दृष्टया यह आत्महत्या का मामला प्रतीत होता है. मृतकों की पहचान सुमित और उसके एक साथी के रूप में की गई है. परिजनों को सूचित कर दिया गया है. घटना स्थल फोरेंसिक टीम द्वारा निरीक्षण किया गया है और 100 का पंचायतनामा भर करके पोस्टमार्टम हेतु भेजा गया है. अन्य आवश्यक विधिक कार्रवाई की जा रही है. ഡൽഹിയിലെ ത്രിലോക്പുരി സ്വദേശി സുമിത്ത്, നോയിഡയിലെ സെക്ടർ 101 സലാർപൂർ സ്വദേശിനി രേഖ എന്നിവരാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് ഇവരുടെ കുടുംബങ്ങളെയും വിവരമറിയിച്ചിട്ടുണ്ട്. ഇരുവരുടെയും മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. മരണകാരണം ആത്മഹത്യയോ അതോ കൊലപാതകമോ എന്ന് കൃത്യമായി കണ്ടെത്തുന്നതിനായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട മറ്റ് വൃത്തങ്ങൾ നൽകുന്ന വിവരം ഇങ്ങനെയൊക്കെയാണ്. और जो लड़की और लड़की की जो डेड बॉडी मिली है लगभग पिछले 12-15 साल से रिलेशनशिप में थे. लड़की फैमिली फंक्शन में आती थी. लड़के के परिवार की तरफ से किसी भी तरीके का कोई दबाव या कुछ नहीं था. लड़का पिछले 12-15 साल से उसको ऑफिस ले जाता था, लाता था. अभी जो नई गाड़ी खरीदी है वो भी उस लड़की के लिए खरीदी थी. एक फ्लैट उसको खरीद के दिया गया था. लड़के ने घर पे जिद करके कि मैं उस लड़की को लेकर शादी के बाद अलग रहूंगा. लगभग जो है आप समझ सकते हैं कि नोएडा में 2 BHK का फ्लैट की जो कीमत होगी वो क्या होगी. तो इतना कुछ वो पिछले 10-12 साल से उस लड़की के लिए कर रहा था. लेकिन पिछले कुछ समय से मुझे जो पता चला है कि लड़की के परिवार की तरफ से कास्ट को लेकर जो है लगातार जो है लड़की और लड़के दोनों को ताने दिए जा रहे थे. तो जैसा कि मैंने कहा अभी कि भारत जैसे देश में, डेवलपमेंट विकासशील देश में आज भी जो है एक युवक और युवती जो है वो जातिवाद की भेंट चढ़ गए. मैं तो इतना ही कहना चाहूंगा बस. बिल्कुल बिल्कुल इंटरनेशनल कॉल से धमकी आ रही थी. जो പോലീസ് നൽകുന്ന വിശദീകരണം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇതൊരു ആത്മഹത്യയല്ല എന്ന വിവരമാണ് പുറത്തു വരുന്നതെങ്കിൽ എങ്ങനെ, എന്തിനു വേണ്ടി, ആര്, എപ്പോൾ ഈ കൊലപാതകം നടത്തിയെന്നുള്ളതിനൊക്കെ ഉത്തരം ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി ഇതൊരു കൊലപാതകമാണെങ്കിൽ തന്നെ കൊലപാതകി അതിസമർത്ഥനാകാനുള്ള സാധ്യതയും ഏറെയാണ്.
ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ നടപടികൾ പുരോഗമിക്കുകയാണ്. മരിച്ചയാളും മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.